അതുപോലെ ഇഫ്താറുകൾ ആവേശത്തോടുകൂടി ഏറ്റെടുത്തവർ അല്ലാഹു അവർ ചെലവഴിച്ച പൈസയ്ക്ക് എല്ലാത്തിനും അർഹമായ പ്രതിഫലം നൽകട്ടെ. അവരുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവർ, പ്രത്യേകിച്ച് ഇഫ്താർ ഏറ്റെടുത്തവരൊക്കെ അവരുടെ മുറാദുകൾ, മരിച്ചുപോയ ഉമ്മ, മരിച്ചുപോയ ബാപ്പ, മരിച്ചുപോയ സഹോദരങ്ങൾ, അങ്ങനെയാണ് അല്ലാഹു അവരുടെ മുറാദ് ഹാസിലാക്കുകയും ആ ഖബറുകളിൽ അത് അവർക്ക് സ്വർഗത്തിലെത്തുമ്പോഴും അതൊരു നേരം പോക്കായി ഒരു സന്തോഷമാക്കി അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ കഞ്ഞിക്ക് സഹായിച്ചവർ എല്ലാവർക്കും അല്ലാഹു വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ അത്താഴത്തിന് വേണ്ടി മാംസം തന്ന്, അരി തന്ന്, പൈസ തന്ന് സഹായിച്ചവർ എല്ലാവർക്കും യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവരിതൊക്കെ തരുമ്പോൾ എന്താണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശിച്ചതനുസരിച്ച് യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാവർക്കും വലിയ പ്രതിഫലങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമുക്ക് 30 ദിവസത്തോളം അല്ലെങ്കിൽ 29 ദിവസത്തോളം തറാവീഹിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട ഹാഫിദ് അല്ലാഹു നല്ല ശോഭന ഭാവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഹാഫിദിന് ഒരു വേദം കൊടുക്കാൻ വേണ്ടി പലരായിട്ട് സഹായിച്ചവരുണ്ട്. അവർക്ക് ഓരോരോ മുറാദുകളുണ്ട്. എല്ലാവരുടെയും മുറാദുകൾ യജമാനനായ റബ്ബ് ആ വലിയ സദഖയുടെ പരിശുദ്ധ റമദാനിൽ ചെയ്ത വലിയ സദഖയുടെ ബറക്കത്ത് കൊണ്ട് അതൊക്കെ സഫലീകരിച്ചു കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ചായ ഏറ്റെടുത്ത സഹോദരനുണ്ട്. അല്ലാഹു ഈ 29-30 ദിവസം ചായ നൽകിയ സഹോദരൻ അല്ലാഹു വലിയ പ്രതിഫലം ആ കുടുംബത്തിനും അദ്ദേഹത്തിനും കുടുംബത്തിനും യജമാനനായ റബ്ബ് നസീബാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഇത്രയും ദിവസവും നമുക്ക് വെള്ളം തന്ന, മിനറൽ വാട്ടർ തന്ന ആ സഹോദരനാണ് നമുക്കിവിടെ ഈ വർഷം മുഴുവനും പള്ളിയിൽ കുടിവെള്ളം വെക്കുന്നത്. പേര് പറയാൻ ഇഷ്ടമല്ല. അല്ലാഹു വലിയ പ്രതിഫലം, ചെറിയ പ്രതിഫലമൊന്നുമല്ല. കാര്യം വരണ്ട കിടക്കുന്ന തൊണ്ട നനയ്ക്കുന്നത് അദ്ദേഹം വെള്ളം വെക്കാം. വലിയ പ്രതിഫലം 2 ലോകത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ പ്രിയപ്പെട്ടവരെ മറ്റ് ഫ്രൂട്ട്സുകൾ തന്ന് സഹായിച്ചവരുണ്ട്. അതേപോലെ കാരക്കയൊക്കെ മേടിച്ചു തന്നവരുണ്ട്. പഴക്കുല മേടിച്ചു തന്നവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു വലിയ പ്രതിഫലം നൽകട്ടെ. അതുപോലെ നമ്മളെ വിഭവങ്ങളൊക്കെ നമുക്ക് മുന്നിലേക്ക് കൊണ്ടുതന്ന നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ അല്ലാഹു നല്ല ഭാവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ എൻ്റെ സഹപ്രവർത്തകരായ പ്രിയപ്പെട്ട ഉസ്താദുമാർ അല്ലാഹു വലിയ ബറക്കത്തും ഖൈറും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഭക്ഷണം തരുന്നവർ, ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ഉമ്മമാർ, പ്രിയപ്പെട്ട ഉമ്മമാർ, എല്ലാവർക്കും അല്ലാഹു അവരുടെ മുറാദുകൾ ഹാസിലാക്കുകയും വലിയ പ്രതിഫലങ്ങൾ യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ചില ഹൈന്ദവ സഹോദരങ്ങളും ഇതുമായിട്ടൊക്കെ സഹകരിച്ചിട്ടുണ്ട്. അല്ലാഹു അവർക്കും വലിയ മുറാദുകളൊക്കെ അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ ഹാസിലാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കഞ്ഞിക്ക് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട ഹുസൈൻ സാഹിബ്, താഹ സാഹിബ്, വഹാബിക്ക എല്ലാവർക്കും അല്ലാഹു പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഈ കാര്യങ്ങളെല്ലാം വലിയ കൃത്യതയോടുകൂടി നിയന്ത്രിച്ച മഹല്ല് കമ്മിറ്റി, അവർ ഇന്നലെയൊക്കെ പള്ളിയും പരിസരമൊക്കെ വൃത്തിയാക്കാൻ രാത്രിയെല്ലാം അവർ തന്നെ ഉണ്ടായിരുന്നു. അവർ തന്നെയാണ് ഇതെല്ലാം കൈകാര്യം ചെയ്തത്. വലിയ സന്തോഷമുണ്ട്. അല്ലാഹു വലിയ പ്രതിഫലം അവർക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി വലിയ ത്യാഗമാണ്. അദ്ദേഹം എപ്പോഴും ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതൊരു വലിയ സേവനമായിട്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ പട്ടികയിൽ അല്ലാഹു എഴുതി ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. അതുപോലെ ഈ പരിപാടികളെല്ലാം ഗംഭീരമാക്കിയ നിങ്ങളെല്ലാവർക്കും വലിയ പ്രതിഫലം റബ്ബ് നൽകട്ടെ. അതുപോലെ കാർപ്പറ്റ് വാങ്ങി തന്നു, ലൈറ്റ് വാങ്ങി തന്നു, നമ്മുടെ മഹല്ലിയെ ശീതീകരിച്ചു. അതിനെല്ലാം മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടാണ് ഇതെല്ലാം തന്നിട്ടുള്ളത്. അല്ലാഹുവേ, ആരെയും ഒന്നും നീ വെറുതെയാക്കല്ല തമ്പുരാനെ. ഈ മഹല്ലിനെ ഇത്ര നല്ല രീതിയിൽ കൊണ്ടുപോയ നിലവിലുള്ള കമ്മിറ്റി, അതിന് മുമ്പ് കഴിഞ്ഞുപോയ കമ്മിറ്റിയുടെ പ്രിയപ്പെട്ടവർക്കും എല്ലാവർക്കും വലിയ ബറക്കത്ത് യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. എല്ലാവർക്കും പ്രാർത്ഥിക്കുകയാണ്. ഇനി ഇമാം എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് നിങ്ങളുടെയൊക്കെ ദുആയി, നിങ്ങൾക്കൊക്കെ എപ്പോഴും ദ്വാരക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ ദുആയി ഈ പാവപ്പെട്ട ഈ സാധുവായ എന്നെയും ഉൾപ്പെടുത്തണമേ എന്ന് പ്രത്യേകം എല്ലാവരോടും ഓർമ്മപ്പെടുത്തി ഈദുൽ ഫിത്റിന്റെ സുന്ദരമായ ആശംസകൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഖുതുബയിലേക്ക്